മലപ്പുറം വേങ്ങരയിൽ കെ.എം. ഷാജിക്കെതിരെ സുഡാപ്പികൾക്ക് SDPI-ക്കാർക്ക് ഒരു സ്ഥാനാർത്ഥിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുഡാപ്പികൾ ഒരു സ്ഥാനാർത്ഥിയെ വെക്കാത്തത്? ഈ സുഡാപ്പി എന്നുള്ള പേര് SDPI-ക്ക് ഇട്ടത് തന്നെ കെ.എം. ഷാജിയാണ്. ആ കാലഘട്ടത്തിൽ സുഡാപ്പി എന്ന പേരിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് SDPI-ക്കാരായിട്ടുള്ള NDF-കാരായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ ധീരന്മാർ എന്നാണ് സുഡാപ്പി എന്ന വാക്കിൻ്റെ അർത്ഥം എന്നുള്ളതാണ്. ധീരന്മാരായിട്ടുള്ള ഈ സുഡാപ്പികൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പേരിട്ട് കൊടുത്ത് ഇവരെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള മുസ്ലിം സമുദായത്തിനിടയിലെ വിഷച്ചെടികളാണ് ഇവരെ പിഴുതെറിയണമെന്ന് പറഞ്ഞിട്ടുള്ള കെ.എം. ഷാജിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? എന്തുകൊണ്ടാണ് അവർക്കതിന് സാധിക്കാതെ പോയത്? വയനാട്ടിലെ വൈമയും കോഴിക്കോട്ടെ കൈമയും പാലക്കാട്ടെ പൈമയും ഒക്കെ ചേർന്നിട്ട് NDF രൂപീകരിച്ചിട്ട് ആ NDF-നെ സ്റ്റേറ്റ് തലങ്ങളിൽ തമിഴ്നാട്ടിലെ മനിതനീതി പാർസ പോലുള്ള സമാനമായി ചിന്തിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടാക്കി മാറ്റിയിട്ട് ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കുട്ടിയായിട്ടുള്ള SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉണ്ടാക്കിയിട്ട് RSSന് എങ്ങനെയാണോ BJP എന്നതുപോലെ പോപ്പുലർ ഫ്രണ്ടിന് അതേപോലെ തന്നെയാണ് ഈ SDPIയും. അങ്ങനെയുള്ള വർഗീയ തീവ്ര ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടെ ചേർത്ത് LDF-നോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിർത്താൻ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ SDPI-യുടെ മുൻപത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിട്ടുള്ളത്? നിങ്ങൾ RSSനെ കൂട്ടുപിടിക്കുന്നു, ഇതേപോലെ തന്നെ സുഡാപ്പികളെയും കൂട്ടുപിടിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് കെ.എം. ഷാജിയോട് ജയിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതൊരിക്കലും സാധിക്കില്ല. കാരണം വർഗീയതക്കെതിരെ, തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ള ഒരു നേതാവാണ് കെ.എം. ഷാജി. ആ കെ.എം. ഷാജിക്കെതിരെ നിങ്ങൾ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി പോലും ഈ തീവ്രവാദികളുടെ മുൻപത്തെ സ്ഥാനാർത്ഥിയാണ്. അപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന ഈ സ്ഥാനാർത്ഥി ഒരു തീവ്രവാദികളുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ളത് ജനങ്ങൾക്കിടയിൽ പരിചിതമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വികാരം ഉണ്ടാവും. നിങ്ങളാണെന്നുണ്ടെങ്കിലും വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ട് നേടിക്കൊണ്ട് ജയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കേരളത്തിലുടനീളം നിങ്ങൾക്ക് RSSൻ്റെയും BJP-ൻ്റെയും പിന്തുണ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ തീവ്രവാദികളായിട്ടുള്ള SDPI-ക്കാരെ, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു പോയി. എന്നിരുന്നാലും അതേ ആശയത്തിൽ തന്നെയാണ് SDPI ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് നിങ്ങൾ കെ.എം. ഷാജിക്കെതിരെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും കെ.എം. ഷാജി എന്ന നേതാവിൻ്റെ ആശയത്തിൻ്റെ ഭദ്രത അത് മാത്രം മതി നിങ്ങളെ തോൽപ്പിക്കാൻ. ഈ സുഡാപ്പികളോടും അതുപോലെ തന്നെ സംഘികളോടും സന്ധിയില്ലാത്ത സമരം ചെയ്ത നേതാവാണ് കെ.എം. ഷാജി.